നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഒരു പീഡനം നടന്നിട്ടുണ്ട്. അത് പോലീസിന്റെ DOSPയുടെ ഭാഗത്തു നിന്നാണ് അത്തരമൊരു പീഡനം ഉണ്ടായത്. ആ പീഡനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആ പോലീസുകാരനെ പിടികൂടിയിട്ടുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ആ ഇടക്കാലത്ത് വാർത്തകളും ഉണ്ടായിരുന്നില്ല, ആ ഇരയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമായി എല്ലാം ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്താണ്? പുതിയ വിവരങ്ങൾ ചേട്ടൻ പറഞ്ഞതുപോലെ DSP, അതായത് 50-കാരനായ രാമചന്ദ്രപ്പനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പുതിയതായിട്ട് പുറത്തു വരുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി ആ ഇരയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചതായിട്ടൊരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. അതായത് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകാനെത്തിയ യുവതിയാണ് ഈ DYSP ലൈംഗികമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അതായത് ഇത് കണ്ട ഒരാൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായത്. ഇതിന് പിന്നാലെ ഈ DYSP ഒളിവിൽ പോയതിന് പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിവിടെ നോക്കേണ്ടത് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ മാസം ഡിസംബറിൽ അണ്ണാ സർവകലാശാലയിൽ ഒരു 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ക്രൂരമായ ബലാത്സംഗത്തിനിരയായ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ DMK സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധമാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. അറസ്റ്റിലായ പ്രതി എന്ന് പറയുന്നത് ഒരു DMK പ്രവർത്തകനാണ്. പിന്നീട് ഉദയനിധിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതും DMKക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് കുറച്ചും കൂടെ അവിടെ ശക്തി ആർജിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റൊരിടത്ത്, അതായത് കർണാടകയിലും ഒരു പുതിയ റേപ്പ് കേസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് സർക്കാരിന് ആകെ ഒരു താളം തെറ്റിയ, അല്ലെങ്കിൽ അവരുടെ പതനത്തിലേക്കുള്ളൊരു യാത്രയാണെന്നൊക്കെ പറയാം. കാരണം DMK എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിലൊരു കരുത്താർജിച്ച അല്ലെങ്കിൽ ശക്തനായ ഒരു പാർട്ടിയാണ്. പിന്നീട് സിദ്ധരാമയ്യ സർക്കാരും അതുപോലെ തന്നെയാണ്. അപ്പോൾ DMKയെ താഴെ ഇറക്കാൻ, അതായത് തമിഴ്നാട്ടിൽ അറിയാലോ പ്രതിപക്ഷ പാർട്ടികളില്ല. അപ്പോൾ തന്നെ BJP DMKക്കെതിരെ ഒരു വജ്രായുധമായിട്ടാണ് ഈ ബലാത്സംഗ കേസ് എടുത്തിരിക്കുന്നത്. അത് അണ്ണാമലയുടെ ഒരു ശബ്ദം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ DMKയെ താഴെ ഇറക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ബലാത്സംഗ കേസ് അവിടെ ഒരു പ്രതിഷേധത്തിന് ആക്കം കൂട്ടിയ ബലാത്സംഗ കേസ് അവിടെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇരയെ കാണാനില്ല എന്ന വിവരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇരയെക്കുറിച്ച് എന്തെങ്കിലും ഇരയെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അവിടെ അത്രയും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കർണാടകയിലും വളരെയധികം വ്യാപകമായ പ്രതിഷേധമാണ് ഉടലെടുത്തിരിക്കുന്നത്. കാരണം യുവതിയെ പീഡിപ്പിച്ച അന്നാണ് യുവതിയെ പീഡിപ്പിക്കുന്നത്, പിന്നീട് യുവതിയെ കാണാനില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഈ കേസിൽ നിർണായകമായി തന്നെ നിൽക്കുന്നത്. കാരണം ആ യുവതിക്ക് എന്ത് സംഭവിച്ചു? യുവതിയെ കൊലപ്പെടുത്തിയോ, അല്ലെങ്കിൽ യുവതിയെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ യുവതി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ ഇയാളെ ഭയന്ന് എന്നൊന്നും നമുക്കറിയില്ല. ഇയാളിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നും അറിയില്ല. അപ്പോൾ ഇരയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇരയെ കണ്ടെത്തട്ടെ. പിന്നീട് ഇയാൾക്കെതിരെ, അതായത് ഈ രാമചന്ദ്രപ്പയ്ക്കെതിരെ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ 75 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അത്ഭുതം എന്ന് പറയാനുള്ളത് അതായത് DYSP, അതായത് ഒരു ഉന്നത ഉദ്യോഗസ്ഥ റാങ്കിങ്ങിലുള്ളൊരു വ്യക്തിയാണ് രാമചന്ദ്രൻ. അപ്പോൾ ഒരു പരാതിക്കാരിയോട് ഇത്തരത്തിലുള്ളൊരു സമീപനം മറ്റ് സ്ത്രീകളുടെ അടുത്തും ഇയാൾ മുൻപ് ചെയ്തിട്ടുണ്ടോ എന്നും അറിയില്ല. കാരണം മുന്നേ ഇയാൾ പ്രതിയായിരിക്കാം. അതുകൊണ്ടാണ് DYSP, അതായത് ഇത്രയും ഒരു ഉന്നത തലത്തിൽ ഇരുന്നിട്ട് കൂടി ഒരു പരാതിക്കാരിയോട് വളരെ ക്രൂരമായി ഇങ്ങനെ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കിയത്. എന്തായാലും അയാൾ കടുത്ത ശിക്ഷ തന്നെ അർഹിക്കുന്നുണ്ട്. പിന്നീട് സർക്കാർ ഇതുവരെ ആയിട്ടും യാതൊരു മൗനം വെടിഞ്ഞിട്ടില്ല. അതായത് സർക്കാർ ഇതിൽ യാതൊരു നടപടികൾ, അല്ലെങ്കിൽ സർക്കാർ ഇതിനെതിരെ ഒന്നും ഇതുവരെ മിണ്ടിയിട്ടില്ല. പിന്നീട് മറ്റൊരു കാര്യം നോക്കേണ്ടത്, സംസ്ഥാന ആഭ്യന്തരമന്ത്രി G. പരമേശ്വര റാവുവിൻ്റെ സ്വന്തം ജില്ലയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സർക്കാർ ഇതൊരു വളരെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാക്കി എടുക്കുമെന്ന് നമുക്കറിയില്ല. എന്നാലും ഇയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. കാരണം ജനങ്ങളെ സംരക്ഷിക്കേണ്ടതും ജനങ്ങൾക്ക് നീതി നൽകേണ്ടതും പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പ് വരുത്തേണ്ടതുമായ ഒരു ഉദ്യോഗസ്ഥനാണ് രാമചന്ദ്രൻ. അപ്പോൾ അയാളുടെ ഭാഗത്ത് നിന്നാണ് ഒരു സ്ത്രീക്കെതിരെ, അതായത് ഒരു പരാതി പറയാൻ തൻ്റെ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ആ യുവതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ യുവതി പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ ആ യുവതിക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പ് കൊണ്ടായിരിക്കാം ആ യുവതി പോലീസ് സ്റ്റേഷനെ സമീപിച്ചത്. അപ്പോൾ പോലീസ് സ്റ്റേഷനെ സമീപിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വളരെ
ക്രൂരമായ ഒരു അനുഭവം യുവതിക്ക് നേരെ ഉണ്ടായതും അത് ഒരു ഉദ്യോഗസ്ഥൻ തന്നെ, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ എത്രത്തോളമാണ് അവിടുത്തെ പോലീസ് അല്ലെങ്കിൽ പോലീസ് ജനങ്ങളെ സംരക്ഷിക്കുന്നതും ജനങ്ങളോട് നീതി പുലർത്തുന്നതും എന്ന് ഈ ഒരു സംഭവത്തിലൂടെ തന്നെ അറിയാം. കാരണം എപ്പോഴും എല്ലാ പ്രചരണ വേളയിലും അല്ലെങ്കിൽ എപ്പോഴും, അതായത് സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ തങ്ങളുടെ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി അത് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ നിലവാരം കൊണ്ടുവരുന്നുണ്ട് എന്നിങ്ങനെ എപ്പോഴും അക്കമിട്ട് നിരത്തുന്ന ഒരു സർക്കാരാണ് കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ, അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ DMK സർക്കാർ. അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ എടുത്തു പറയേണ്ടത് ഇത്തരം ഒരു ബലാത്സംഗ കേസുകൾ, അതായത് DMK ഏകദേശം താഴെ വീഴായി. കാരണം DMK പ്രവർത്തകനാണ് അറസ്റ്റിലായത്. DMKക്കെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് തമിഴ്നാട്ടിൽ അരങ്ങേറുന്നത്. ഇപ്പോൾ കർണാടകയിലും അതിന് സമാനമായ ഒരു പ്രതിഷേധം തന്നെയാണ് അരങ്ങേറുന്നത്. ഇങ്ങനെ അപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് യാതൊരു വിലയോ അല്ലെങ്കിൽ യാതൊരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ സ്ത്രീകളെ എന്തും ചെയ്യാം എന്നുള്ളൊരു ആശയമാണ് ഈ രണ്ട് സർക്കാരും ഇവിടെ ഭരിക്കുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങി ഈ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ രാജിവെക്കണം, ഈ സർക്കാരിൻ്റെ കീഴിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് ജനങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും പറയുന്നതും. ഇതെന്തായാലും വരാനിരിക്കുന്നത്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് പാർട്ടികൾക്കുള്ളൊരു തുറപ്പ് ചീട്ടാണ്. കാരണം സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തും വളരെ പരമപ്രധാനമായൊരു കാര്യമാണ്. അത് ഇന്ത്യയായാലും മറ്റെല്ലാ രാജ്യങ്ങളിലും. കാരണം സ്ത്രീകൾ എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. കാരണം നമുക്കറിയാം 2012 നിർഭയ കൊലക്കേസ്, അതായത് നിർഭയയുടെ ഒരു സംഭവം രാജ്യത്താകെ വ്യാപകമായ പ്രതിഷേധം കൊണ്ടുവന്നൊരു സംഭവമായിരുന്നു. പിന്നീട് നീണ്ട വർഷത്തിലൊരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് ആ പ്രതികളെ തൂക്കിലേറ്റിയത്. അത്രയും ഒരു ആഗോള നിയമ സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ അങ്ങനെ നിയമ സിസ്റ്റമുള്ളൊരു ഇന്ത്യയിൽ ഇപ്പോഴും പെൺകുട്ടികളെ, ഇപ്പോഴും യുവതികൾ ബലാത്സംഗത്തിന് ഇരയായപ്പെടുമ്പോൾ അവിടെ സർക്കാരിനെ തന്നെയാണ് ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്. കാരണം സർക്കാരാണ് ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ കോൺഗ്രസിനെയും അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെ ജയിപ്പിച്ച് വിടാം? തങ്ങൾക്ക് സുരക്ഷിതത്വം അവർ ഉറപ്പാക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന വാഗ്ദാനങ്ങൾ ജനങ്ങളോട് നടപ്പിലാക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഇവിടെ തകരുമ്പോഴാണ് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും യുവതിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. യുവതിക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും ഒരു മാധ്യമങ്ങളോ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ കൂടി DYSP ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ഈ അറസ്റ്റിലായത് ഇയാൾ ഇനി വീണ്ടും ഉദ്യോഗസ്ഥനായി മാറും, അല്ലെങ്കിൽ വീണ്ടും അയാൾ ഒരു ഉദ്യോഗസ്ഥനായി മാറുമോ എന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ഇവിടെ തന്നെ കാണുന്നുണ്ട്, അതായത് അജിത് കുമാറിൻ്റെ അദ്ദേഹത്തിന് ഇപ്പോൾ വീണ്ടും ഒരു DSP സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു പൂരം കലക്കൽ കേസിലും, അതായത് ഒരുപാട് കേസിൽ പ്രതിയായ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആ ഉന്നത ഉദ്യോഗസ്ഥന് വരെ കേരളത്തിൽ ഒരു ലാവിഷായിട്ട് വീണ്ടും അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുന്നു. പീഡന കേസിൽ പ്രതിയല്ല, ഓക്കെ. അപ്പം എന്നാലും മറ്റ് രണ്ടും തമ്മിൽ അത് രാഷ്ട്രീയമാണ്, മറ്റൊരു കാര്യമാണ്. എന്നിരുന്നാൽ കൂടി അവിടെ തെറ്റ് ചെയ്തിട്ടും ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അവർ സംരക്ഷിക്കുന്നുണ്ട്, അതായത് സർക്കാർ തന്നെ സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെയും ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് തക്കതായ ശിക്ഷ നൽകുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്നിരുന്നാൽ കൂടി അയാൾക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉടനെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മറ്റൊന്നും വന്നിട്ടില്ല. എന്നിരുന്നാൽ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ തുടർച്ചയായ ലൈംഗിക അതിക്രമങ്ങൾ, ബലാത്സംഗ കേസുകളിൽ ഒരു ശക്തമായ നിയമം ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്തതും, അല്ലെങ്കിൽ രാവിലെ നിന്നില്ല രാത്രിയിൽ നിന്നില്ല സ്ത്രീകൾ എപ്പോഴും ബലാത്സംഗത്തിന് ഇരയായപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ഇത് വളരെയധികം ഒരു ദുഃഖകരമായ വാർത്ത തന്നെയാണ്. കാരണം നീതി നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊരു യുവതിയാണ് ഈ DYSP ലൈംഗികമായി പീഡിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് സമൂഹ മാധ്യമങ്ങളെ പ്രചരിച്ച വീഡിയോയിൽ നമുക്ക് കാണാം, ഇയാൾ ബാത്റൂമിലേക്ക് വലിച്ചു വെച്ച് കൊണ്ടുപോയാണ് ഈ യുവതിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നത്. യുവതി ഒരുപാട് താണുകയാണ് അപേക്ഷിച്ചിട്ടുണ്ടാകും തന്നെ ഒന്നും ചെയ്യരുത്, എന്നാലും ഇയാൾ മുഖവിലക്കെടുക്കാതെ യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു വിഷ്വൽ പുറം ലോകം അറിഞ്ഞതുകൊണ്ടാണ് ഇയാൾക്കെതിരെ ശക്തമായ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറുസൈഡ് ചിന്തിച്ചു നോക്കിയാൽ ഇയാൾ ഈ വീഡിയോ ചിത്രീകരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ സംഭവം പുറത്തറിയില്ലായിരുന്നു. കാരണം പിന്നീടും ഇയാൾ പരാതി പറയാനെത്തുന്ന യുവതികൾക്ക് നേരെ വീണ്ടും ഇയാൾ ലൈംഗികമായി ഉപദ്രവിക്കുമായിരുന്നു. കാരണം ഈ ഒരു വീഡിയോയാണ് ഇയാളെന്ന് പറയുന്ന ഒരു ബലാത്സംഗം, ഇയാളൊരു പ്രതിയാണ്, അല്ലെങ്കിൽ ഇയാൾ ചിലപ്പോൾ ഇയാൾ ഈ അല്ലെങ്കിൽ ഒരു DYSP ആകുന്നതിന് മുന്നേ മറ്റ് കേസുകളിലും പ്രതിയായിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ വൈറലായതിന് പിന്നാലെ, അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യം വൈറലായതിന് പിന്നാലെയാണ് ഇയാൾ ഒരു പ്രതിയാണെന്ന് സമൂഹം തന്നെ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ വീണ്ടും സമൂഹം ഇയാളൊരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് കരുതി ഇയാൾ
ഇയാളുടെ മുന്നിൽ യുവതികൾ പോവുകയും അല്ലെങ്കിൽ യുവതികൾ പോവുകയും പരാതിയുമായി യുവതികൾ ഇയാളെ സമീപിക്കുകയും യുവതികളോട് ഇയാൾ വീണ്ടും തുടർച്ചയായി ഇതുപോലെ ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തിരുന്നു. എന്നാലും ആ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് വളരെ നല്ല കാര്യമാണ്. കാരണം ഒരു പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞു, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ റാങ്കിങ്ങിലുള്ള പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇയാൾക്ക് ശക്തമായി തന്നെ, വളരെ ശക്തമായി തന്നെ ഇയാളെ ശിക്ഷിക്കണം. കാരണം കർശന നടപടി തന്നെ ഇയാൾക്ക് സ്വീകരിക്കണം. മറ്റു ഉന്നത അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഇതുപോലെ പ്രതികൾ ഉണ്ടെങ്കിൽ അവർക്കൊരു താക്കീതായിരിക്കണം. കാരണം യുവതികളോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളോട് യാതൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയായിരിക്കണം. പിന്നീട് എൻ്റെ പ്രാർത്ഥന, യുവതി എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ, യുവതി പുറം ലോകത്തേക്ക് വരട്ടെ, യുവതി ഇയാൾക്കെതിരെ സംസാരിക്കട്ടെ.